ഈശോയിൽ ഒത്തിരി പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, യുവ സുഹൃത്തുക്കളെ, കർത്താവിൻ്റെ വചനം കേൾക്കാനും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും തമ്പുരാനെ ഭരമേൽപ്പിക്കാനൊക്കെയായി ഒരു ദിവസം മുഴുവനും മാറ്റിവെച്ച് നിങ്ങൾ ഈ ധ്യാന കേന്ദ്രത്തിലായിരിക്കുകയാണ്. ദൈവവചനത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി ഇത്ര തീക്ഷ്ണതയും ഇത്ര ദാഹവും നിങ്ങൾക്കുള്ളതിനെ കുറിച്ച് തമ്പുരാന് നന്ദി പറയാം. ഒരു കയ്യടിയോടുകൂടി തമ്പുരാന് നന്ദി പറയാം. നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിൽ കർത്താവിനെ രാജാവായി പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് രാജാവ് ആയ പീലാത്തോസ് കർത്താവിനോട് ചോദിക്കുകയാണ്, നീ രാജാവാണല്ലേ? കർത്താവ് പറഞ്ഞത് നീ പറയുന്നതാണോ ജനം പറഞ്ഞതാണോ? അവിടെ ചോദ്യം ഉത്തരമൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് രാജാവാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കർത്താവ് അത് തള്ളിപ്പറയുന്നുമില്ല. അതേസമയം സുവിശേഷത്തിൽ ശ്രദ്ധേയമായൊരു കാര്യം, തൻ്റെ രാജ്യത്തിൻ്റെ സ്വഭാവം എന്തെന്ന് 2 തവണ കർത്താവ് ആവർത്തിച്ച് പറയുന്നു. എൻ്റെ രാജ്യം, എൻ്റെ രാജ്യം, എൻ്റെ രാജ്യം, എൻ്റെ രാജ്യം ഐഹികമല്ല. എന്താ എൻ്റെ അർത്ഥം? എൻ്റെ രാജ്യം ലോകത്തിൻ്റെതല്ല എന്നർത്ഥം. ഈശോ രാജാവാണ്, പക്ഷെ അവൻ്റെ രാജ്യം ലോകത്തിൻ്റെ അല്ല. അവൻ്റെ രാജ്യം ലോകം ചിന്തിക്കുന്നത് പോലുള്ള രാജ്യമല്ല, ലോകം ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു രാജ്യമല്ല, ലോകം സ്വപ്നം കാണുന്നത് പോലുള്ള ഒരു രാജ്യമല്ല, ലോകത്തിന് ആഗ്രഹമുള്ളതുപോലുള്ള ഒരു രാജ്യമല്ല. കർത്താവിനെ കുറിച്ച് യഹൂദ ജനത, അവൻ്റെ കൂടെ നടന്നവരെ, ശിഷ്യന്മാരുൾപ്പെടെ സ്വപ്നം കണ്ടത്, അവൻ റോമാ സാമ്രാജ്യത്തിൽ നിന്ന് അവൻ രക്ഷ തന്ന് തങ്ങളെ സ്വതന്ത്രരാക്കി, അങ്ങനെ ഒരു ഐഹികമായൊരു രാജ്യം യഹൂദ ജനതയ്ക്ക് തിരികെ നൽകുന്ന രാജാവായി ഇവൻ മാറും എന്നുള്ളത്. അത് സ്വപ്നം കണ്ട ആൾക്കാരാണ് ഈ ദിവസങ്ങളിൽ കർത്താവിന് സുവിശേഷത്തിൻ്റെ ഈ പീഡാസഹനത്തിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ അവനെ ഓശാന പാടുന്നതും തുണി വിരിക്കുന്നതും കഴുതപ്പുറത്ത് കയറ്റുന്നതും ആഘോഷമായി കൊണ്ടുപോകുന്നു. ഇപ്പം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ധാരാളം പേരെ കഴുതപ്പുറത്ത് കയറാൻ അധികം ആൾക്കാരെ കിട്ടില്ല. കുതിരപ്പുറത്തും മറ്റു പല പുറത്തും കയറിയിരിക്കാനുള്ള ആൾക്കാരെ കാണും. കൂടെ നടക്കാനും ആൾക്കാരെ കാണും. കാരണം എന്തെങ്കിലും വിധത്തിൽ കസേര കിട്ടിയാൽ പിന്നെ നമുക്ക് ഉപകാരപ്പെടുന്നവളാണ് ഇവള്. അപ്പം അതുകൊണ്ട് എല്ലാവരുടെയും കൂടെ നടക്കാനും എല്ലാവർക്കും സ്തുതി പാടാനും സ്തോത്രം പാടാനൊക്കെ ഇപ്പോൾ ആൾക്കാരെ കിട്ടും. അങ്ങനെയാണ്, അങ്ങനത്തെ ഒരു സമയമാണിപ്പോൾ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ മലയാളത്തിൽ കിട്ടാവുന്ന ബാക്കി വാക്കുകളൊക്കെ പ്രയോഗിക്കും. പക്ഷെ കഴിയണവരെ ഇപ്പോൾ സ്തോത്രഗീതം പാടി നടക്കും. അധികാരം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കരുതിയാൽ, കണ്ടാൽ കൂടെ കൂടാൻ ഇഷ്ടം പോലെ ആളുണ്ട്. അങ്ങനെ ഭൗതികമായ അധികാരം, ഇസ്രായേലിൻ്റെ അധികാരം പൂർണ്ണമായും പുനഃസ്ഥാപിക്കുന്ന രാജാവാണ് ഇവൻ എന്ന് തിരിച്ചറിഞ്ഞ അല്ലെങ്കിൽ കരുതിയ സകലരും, ശിഷ്യന്മാർ 12 ഉൾപ്പെടെ ഇവൻ്റെ കൂടെ കൂടുകയും ഇവൻ ഓശാനം പാടുകയും ഇവന് സ്തോത്രം പാടുകയൊക്കെ ചെയ്യുകയാണ്. അപ്പം അങ്ങനെ നടക്കുന്ന യഹൂദൻ്റെ മുമ്പിൽ കർത്താവ് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാതെ പകരം അതിന് വ്യത്യസ്തമായ വിധത്തിലുള്ള, അതിൽ നിന്ന് അവരുടെ സ്വപ്നങ്ങൾക്കും താല്പര്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും മോഹങ്ങൾക്കും വിരുദ്ധമായ മറ്റൊരു വഴിയിലേക്ക് കർത്താവ് തിരിയുന്നത് കാണുമ്പോൾ ഈ സ്തോത്രഗീതം പാടിയ ഒരു ഒറ്റ എണ്ണത്തെ കാണാനില്ല. കാരണം അവരുടെയൊക്കെ സ്വപ്നങ്ങൾ എന്താണ്? കർത്താവ് ലോകത്തെ രാജ്യം നേടിത്തരും. ചിലപ്പോഴൊക്കെ
നമ്മളിവിടെ വന്നിരിക്കുന്നവരൊക്കെ നല്ല വിശ്വാസത്തോടെ വന്നതാവും. എങ്കിലും മുഖത്ത് നോക്കുമ്പോൾ മിക്കവാറും ഒരു വീട് കിട്ടണം എന്നുള്ള പ്രാർത്ഥനക്കാരുണ്ട്, കല്യാണം ശരിയാവണം എന്നുള്ള സ്വപ്നക്കാരുണ്ട്, ജോലി കിട്ടണം എന്നുള്ള ആഗ്രഹക്കാരുണ്ട്. പിന്നെ വലിയൊരു ശതമാനം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ യൂറോപ്പ്, അമേരിക്ക, കാനഡ അങ്ങനെയുള്ള ഫ്ലൈറ്റുകൾ ഓണായി കിട്ടാൻ, സ്റ്റാർട്ടായി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറേ പേരുണ്ട്. ആരെങ്കിലും കർത്താവിശംശിയായി ഞാൻ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കാൻ സ്വപ്നം കണ്ടിട്ട് ധ്യാനകേന്ദ്രത്തിൽ വന്നവരുണ്ടാവുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഉണ്ടാവില്ല. ഒരേ ഒരു നിയോഗമായിട്ട് സ്വർഗത്തിൽ പോകണമെന്നുള്ള നിയോഗമായിട്ട് വന്നവർ എത്ര പേരുണ്ടാവുമോ എനിക്കറിഞ്ഞു. ഞാൻ സ്വർഗരാജ്യത്തിൻ്റെതാകണമെന്ന് സ്വപ്നം കാണുന്ന എത്ര പേരുണ്ടാവോ അറിയില്ല. ആ നിയോഗമായിട്ട് വന്ന എത്ര പേര് നമ്മുടെ ഉള്ളിലുണ്ടാവുമെന്ന് അറിയില്ല. നമ്മൾ മിക്കവാറും വയ്ക്കുന്ന നിയോഗങ്ങൾ മുഴുവൻ ഈ ലോകത്തിൻ്റെതാണ്. കർത്താവ് പറയണം, എൻ്റെ രാജ്യം, ഉറക്കെ പറഞ്ഞോളൂ, എൻ്റെ രാജ്യം ഐഹികമല്ല. പറയാൻ വലിയ ഉത്സാഹമില്ല, കാരണം നമ്മുടെ നിയോഗമൊക്കെ തള്ളിപ്പോവാമോ എന്നുള്ള പേടിയാണ്. വലിയ ഉത്സാഹമില്ല വചനം പറയാം. സുവിശേഷം മുഴുവനും തുറക്കാനുള്ള താക്കോലാണ് ഈ വചനം. സുവിശേഷം മുഴുവൻ തുറക്കാനുള്ള താക്കോലാണ് ഈ വചനം. മറ്റുള്ളവർക്ക് ഈ സുവിശേഷം 4 വായിച്ചാൽ യാതൊന്നും മനസ്സിലാവില്ല. കാരണം അവൻ്റെയൊക്കെ തലയിലിരിക്കുന്നത് ലോകം എന്നൊരൊറ്റ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് മാത്രം മുമ്പിലിരിക്കുന്ന, തലയിലിരിക്കുന്ന ഒരുവൻ്റെ മുമ്പിലേക്ക് സുവിശേഷത്തിൻ്റെ ഓരോ വചനവും ചെന്ന് കയറുമ്പോൾ അത് മുഴുവൻ അർത്ഥശൂന്യമാണ്. ഒരു സംശയവും വേണ്ട, അത് മുഴുവൻ അർത്ഥശൂന്യമാണ്. സുവിശേഷത്തിൽ കാണുന്ന മുഴുവൻ അർത്ഥശൂന്യമാണ്. ലോകം മാത്രം മുമ്പിൽ കാണുന്ന മനുഷ്യൻ്റെ മുമ്പിൽ ഒരെണ്ണം പോലും അർത്ഥമുള്ള ഒരു വാക്ക് പോലും ഇതിൻ്റെ ഉള്ളിലില്ല. കരയുന്നവരെ ഭാഗ്യവാന്മാർ. ഏതെങ്കിലും കരയുന്നവർ ഭാഗ്യവാന്മാരായിട്ട് ആരെങ്കിലും കണക്കാക്കിയിട്ടുണ്ട്? നിന്റെ വലത്തെ ചെവിടത്തടിച്ചാൽ ഇടത്തെ ചെവിട് കാണിച്ചു കൊടുക്കുക, ഭയങ്കരമായ കാര്യമാണ്. കുപ്പായം എടുക്കാൻ വന്നാൽ ട്രൗസറും കൂടി ഊരിക്കൊടുക്കുക. ഇത് വല്ലതും ഈ ലോകത്ത് മനുഷ്യന് മനസ്സിലാവുമോ? ലോകം മാത്രം കണ്ടുകൊണ്ട്, ലോകത്ത് നേടിയെടുക്കാൻ വേണ്ടി സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന മനുഷ്യന് മനസ്സിലാകാത്ത, അവന് പൂർണ്ണമായും അസംബന്ധമെന്ന് തോന്നുന്ന ഒരു സുവിശേഷമാണ് നമ്മുടെ സുവിശേഷം. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, എൻ്റെ രാജ്യം ഐഹികമല്ല. ഞാൻ ഈ ലോകം വെട്ടിപ്പിടിക്കാൻ വന്നവനല്ല, ഈ ലോകത്തിൻ്റെത് കീഴടക്കാൻ വന്നവനല്ല. എൻ്റെ രാജ്യം ഐഹികമല്ല എന്നാൽ അതിൻ്റെ അർത്ഥം എൻ്റെ രാജ്യം ആത്മീയമാണ് എന്നാണ്. എന്നാൽ പ്രിയമുള്ളവർ, ഈ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞു എന്നതുകൊണ്ട് ഇത് ലോകത്തല്ല എന്ന് കർത്താവ് ഉദ്ദേശിച്ചില്ല. ഞാൻ ലോകത്തിലേക്ക് വന്നത് എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ലേ പറഞ്ഞ്? ഞാൻ ലോകത്തിലേക്ക് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സുവിശേഷം അവസാനിക്കുന്നത്. ഈ ലോകത്തിലാണ് ഇത്. ഈശോയുടെ രാജ്യം ഐഹികമല്ലെങ്കിലും ഈശോയുടെ രാജ്യം ഈ ലോകത്തുമാണ്. ഈ ലോകത്ത് ഈശോയുടെ രാജ്യം സ്ഥാപിക്കാനാണ് കർത്താവ് വന്നത്. ഐഹികമല്ലാത്ത രാജ്യം സ്ഥാപിക്കാനാണ് കർത്താവ് വന്നത്. അതുകൊണ്ട് എന്നെയും നിങ്ങളെയും ഈ ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിലേക്ക് കയറി വരുന്ന കാണുമ്പോൾ കർത്താവ് സ്വർഗത്തിലിരുന്ന് ചിരിക്കുകയാണ്. എന്താ കാരണം എന്ന് അറിയോ? ഇത് ഐഹികമല്ലാത്ത, എന്നാൽ ഈ ലോകത്തിലുള്ള ദൈവരാജ്യം അന്വേഷിച്ച് വരുന്ന ഒരു മകൾ, ഒരു മകൻ, പ്രതീക്ഷയുണ്ട് തമ്പുരാന് പ്രതീക്ഷയുണ്ട്. പക്ഷെ ധ്യാനം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോഴും പിന്നെ നമ്മുടെ തലയിൽ ആകെ കൂടി ബാക്കിയുള്ളത് കാനഡയ്ക്കുള്ള ഫ്ലൈറ്റും അമേരിക്കയ്ക്കുള്ള ഫ്ലൈറ്റും മാത്രമാണെങ്കിൽ തിരിച്ചു പോകുമ്പോൾ കർത്താവ് ഇരുന്ന് കരയുണ്ടാവും. ഞാൻ ഈ തിരിഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഈ കുരിശ് കർത്താവിനെ ഈ പിന്നിൽ വെച്ചിരിക്കുന്ന കർത്താവ് കണ്ണീരും കരച്ചിലായിട്ട് ഇരിക്കുക പാവം. ഇതുവരെ കരച്ചിൽ മാറിയിട്ടില്ല. തിരിച്ചു പോകുമ്പോഴും എൻ്റെ സ്വപ്നം ഐഹികമാണെങ്കിൽ, തിരിച്ചു പോകുമ്പോഴും എൻ്റെ ആഗ്രഹം ഐഹികമാണെങ്കിൽ, തിരിച്ചു പോകുമ്പോഴും എൻ്റെ ഹൃദയത്തിലുള്ളത് ലോകത്തെ വെട്ടിപ്പിടിക്കുക എന്ന സ്വപ്നം മാത്രമാണെങ്കിൽ
കർത്താവ് കരയും. ഇവിടേക്ക് കയറി വരുമ്പോൾ എൻ്റെ ജീവിതത്തെക്കുറിച്ച് നോക്കി തമ്പുരാൻ സന്തോഷിക്കുന്നു. കാരണം ഐഹികമല്ലാത്തതും ഇഹത്തിലുള്ളതുമായ ഒരു ദൈവരാജ്യത്തിന് വേണ്ടി സ്വപ്നം കാണുന്ന ഒരു മകനെയും മകളെയും കണ്ട് ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് പുഞ്ചിരിച്ച് ആഹ്ലാദിച്ച് ആനന്ദിച്ച് സ്വാഗതം ചെയ്യുന്ന കർത്താവിനെയാണ് ഗാഗുൽത്തായിലേക്ക് കയറി വരുമ്പോൾ നിങ്ങൾ കാണുക എങ്കിൽ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ സ്വപ്നം മുഴുവൻ ലോകം വെട്ടിപ്പിടിക്കുന്നു മാത്രമാണെങ്കിൽ കണ്ണീരോടെ വീണ്ടും കരഞ്ഞ് കണ്ണീരൊഴുക്കി പിറകെ വരുന്നൊരു കർത്താവിനെ ആയിരിക്കും നമ്മൾ കണ്ടുമുട്ടുക. പ്രിയമുള്ളവർ, ഇന്ന് വെള്ളിയാഴ്ചകളിൽ ഈ വെള്ളിയാഴ്ച നിങ്ങൾ മാതാവിനെ പ്രത്യേകം അനുസ്മരിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഈ മാതാവിനെ കുറിച്ച് മാതാവ് തന്നെ പറയാണ്, ഈ ലോകം മുഴുവൻ എന്നെന്ന് ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ആരെ? നാട്ടുകാർ കല്ലെറിയാൻ കല്ലെടുത്തോളെ. നാട്ടുകാർ കല്ലെറിയാൻ കല്ലെടുത്ത് നിൽക്കുമ്പോൾ അവൾ പറയാണ്, ലോകം മുഴുവൻ എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ദാസിയുടെ താഴ്മയെ കടാക്ഷം. എന്ത് ഒരു ഭാഗ്യമില്ലാത്തൊരു ജീവിതം, തുടക്കം തൊട്ട് അവസാനം വരെ കണ്ണീരും കരച്ചിലും വിലാപവും ഒക്കെ ആയിട്ട് മാത്രം നടന്നിങ്ങിയൊരു ജീവിതം. മാതാവിൻ്റെ തിരുസ്വരൂപം, മാതാവിൻ്റെ മാത്രമല്ല നമ്മുടെ വിശുദ്ധരുടെ ഒക്കെ രൂപങ്ങൾ അങ്ങനെയാണ്. ഈ മാതാവിൻ്റെ തിരുസ്വരൂപം ഇങ്ങനെ സുന്ദരമാക്കി ബ്യൂട്ടി പാർലർ കയറ്റി സുന്ദരിയാക്കി, ഈ ലോകത്ത് ഇതിനേക്കാൾ സുന്ദരി ഉണ്ടാകരുത് നിർബന്ധമുള്ളതുപോലെയാണ് മാതാവിൻ്റെ രൂപമൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. പക്ഷേ നസ്രത്തിൽ നിന്ന് എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് ഓടിയ മാതാവിൻ്റെ പാദങ്ങൾ, അല്ലെങ്കിൽ ചൂട് മുഴുവനേറ്റ് സീനായ് മരുഭൂമിയിലൂടെ ഈജിപ്തിലേക്ക് ഓടിയ മാതാവിൻ്റെ മുഖം, അതല്ലെങ്കിൽ അവിടെ നിന്ന് തിരിച്ച് ജെറുസലേമിലേക്ക് വന്ന മാതാവിൻ്റെ ജീവിതം, അല്ലെങ്കിൽ കാൽവരിയിൽ ഗാഗുൽത്തായിൽ കർത്താവിൻ്റെ കുരിശിന് താഴെ നിൽക്കുമ്പോൾ പൊട്ടി തകർന്ന് തരിപ്പണമായി കിടന്ന മാതാവിൻ്റെ ജീവിതം, അത് കത്തിക്കരിഞ്ഞ ജീവിതമാണ്. അത് കത്തിക്കരിഞ്ഞ ജീവിതമാണ്. അതല്ലാതെ ഇതുപോലെ സുന്ദരിയൊന്നും ആയിട്ടിരിക്കുന്നതല്ല. മാതാവിനെക്കുറിച്ച് ആ സിനിമയൊക്കെ കാണുമ്പോൾ, കർത്താവിൻ്റെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കാണുമ്പോൾ കരച്ചിലും കണ്ണീരൊക്കെ ആയിട്ട് മാതാവ് ഇങ്ങനെ കാൽവരിയിലെ കുരിശിൻ്റെ താഴെയൊക്കെ നിൽക്കുമ്പോഴും സുന്ദരിയാണ്. മേക്കപ്പിനൊരു കുറവ് വരുത്തിയിട്ടില്ല, നല്ല അടിപൊളി സുന്ദരിയാണ്. പക്ഷെ ഈ ജീവിതകാലം മുഴുവൻ ഈ സഹനങ്ങളുടെ നിരന്തരമായ പ്രതിസന്ധികൾ ഏറ്റെടുത്ത മാതാവ് ഒരിക്കലും ഇതുപോലെ സുന്ദരിയൊന്നും ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങൾ അമ്മച്ചിമാരൊക്കെ മുഖത്തേക്ക് നോക്കിയാൽ കാണാം, ഒരു അത്യാവശ്യം ഒരു നല്ല മഴയ്ക്ക് പെയ്താൽ പെയ്യണ വെള്ളം മുഴുവൻ ഒഴുകി പോകാനുള്ള കണ്ണീരൊഴുകാനുള്ള ചാല് മുഖത്തായിട്ടുണ്ട്. കാരണം അത്ര സഹനമായിട്ടെടുത്തിട്ടാണ്. മുഖത്ത് മുഴുവൻ കണ്ണീരിൻ്റെ ചാല, കരഞ്ഞ് ചാല് കീറിയ ജീവിതങ്ങളാണ്. ഈ മാതാവിൻ്റെ ജീവിതം അങ്ങനെ തകർന്ന് തരിപ്പണമായ കത്തിക്കരിഞ്ഞ ഇതുപോലെ സുന്ദരിയൊന്നും ആയതല്ല. ആരോ പറഞ്ഞു കേട്ടു, എപ്രാസിമയെ, ഒറിജിനൽ എപ്രാസിമയെ കണ്ട കുട്ടികളെ നെറ്റി പിടിക്കണം, പേടിയാവുന്നു, അത്ര സുന്ദരിയായിരുന്നു എപ്രാസിമ ഒറിജിനൽ. ഇപ്പോഴത്തെ എപ്രാസിമയുടെ രൂപം ഒറിജിനൽ എപ്രാസിമ വന്ന് കണ്ടാൽ ഇതാരാന്ന് ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയാം. അത്രമാത്രം മേക്കപ്പ് ബ്യൂട്ടി പാർലർ കയറ്റി ഇറക്കിയിട്ടുണ്ട് പുണ്യവതി. അപ്പോൾ നമ്മളൊക്കെ ഈ വിശുദ്ധരാകുക എന്ന് വെച്ചാൽ സുന്ദരികളും സുന്ദരന്മാരാകാന്നൊരു ധാരണ പശുണ്ട്. സൗന്ദര്യം ഉണ്ടാവും, ആത്മീയ സൗന്ദര്യമാണ്. അപ്പം ഈ മാതാവൊക്കെ ജീവിതത്തിൻ്റെ സഹനങ്ങൾ മുഴുവൻ ഏറ്റെടുത്തിട്ട് അവൾ പറയും, ഞാൻ ഭാഗ്യവതിയാണ്, കാരണം ഞാൻ ഇഹത്തിൻ്റെതല്ലാത്തൊരു രാജ്യത്തിലെ 1-ാം നമ്പർ മെമ്പറായി മാറി എന്നുള്ളതാണ് എൻ്റെ ഭാഗ്യം. അവൾ കഴിഞ്ഞിട്ട് പിന്നെ ഈ ഭാഗ്യം കിട്ടിയ ആരും ഈ മനുഷ്യനായി പിറന്നതിലുള്ളൂ. അതാണ് അവളുടെ ഭാഗ്യം. ഈ ലോകത്തിൻ്റെതല്ലാത്തൊരു രാജ്യത്തിൻ്റെ 1-ാം നമ്പർ മെമ്പറായി മാറാൻ തൻ്റെ പുത്രൻ കാണിച്ചു തന്ന ആ രാജ്യത്തിൻ്റെ 1-ാം നമ്പർ മെമ്പറായി പൗരത്വം ഏറ്റെടുക്കാൻ കഴിഞ്ഞ ഭാഗ്യവതിയാണ് മറിയം. അതാണ് അവളുടെ ഭാഗ്യം, അല്ലാതെ ലോകത്തിൻ്റെ ഭാഗ്യമല്ല. അതുകൊണ്ട് അവൾ പറഞ്ഞ്, ലോകത്തെ ജനം മുഴുവൻ എന്നെ തലമുറകൾ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഈ ദൈവരാജ്യത്തിൻ്റെ അല്ലാതാകാൻ, ദൈവരാജ്യത്തിൻ്റെതാകാൻ, ഇഹരാജ്യത്തിൻ്റെതല്ലാതാകാൻ ജീവിതം സമർപ്പിച്ച സകല മക്കളും അവളെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. അതുകൊണ്ട് ഇന്ന് കർത്താവ് ഈ താക്കോൽ വചനം നമുക്ക് തരുമ്പോൾ സുവിശേഷം വായിച്ച് മനസ്സിലാകണില്ലെങ്കിൽ ഈ താക്കോൽ വചനം ഇട്ടാൽ മതി. സുവിശേഷം വായിച്ച് മനസ്സിലാകാതെ വരുമ്പോൾ, സുവിശേഷത്തിൻ്റെ ഏതു ഭാഗവും മനസ്സിലാകാതെ വരുമ്പോൾ ഈ താക്കോൽ വചനമായ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന താക്കോൽ വചനം ഇട്ടാൽ ആ പൂട്ട് തുറന്നിരിക്കും.
ലോകത്തിൻ്റെ താക്കോലിട്ട് സുവിശേഷത്തിൻ്റെ വാതിൽ തുറന്നാൽ അത് തുറക്കില്ല. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ദൈവരാജ്യം തേടുകയും ദൈവരാജ്യത്തിൻ്റെതായി മാറുകയും ചെയ്യുന്ന ജീവിതങ്ങളെ ഈ ലോകത്തും തമ്പുരാൻ അനുഗ്രഹിക്കും. പഴയ നിയമത്തിൽ എവിടെയോ ഒരു വചനമുണ്ട്, നിന്റെ ആത്മീയ ലോകം ശരിയായാൽ നിന്റെ ഭൗതിക ലോകം ശരിയാകും. അതുകൊണ്ട് ആന്തരികമായ മേഖല ദൈവരാജ്യത്തിൻ്റെതായി മാറുമ്പോൾ നിന്റെ ഭൗതിക മേഖല ശരിയാകുകയാണ്. ധൂർത്തപുത്രൻ്റെ ജീവിതം ആത്മീയ മേഖല ശരിയായപ്പോൾ അവൻ്റെ ഭൗതിക മേഖല തന്നെ ശരിയായി. ഏതൊരു മനുഷ്യൻ്റെ ആത്മീയ മേഖല ദൈവരാജ്യത്തിൻ്റെതാകുമ്പോൾ എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം, എൻ്റെ വ്യക്തി ജീവിതം, എൻ്റെ ജീവിത മേഖലകൾ ഞാൻ ദൈവരാജ്യത്തിന് സമർപ്പിച്ച ഐഹികമായ ഒരു ലോകത്തിന് വേണ്ടിയല്ലാതെ ദൈവരാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുകയും അത് സ്വപ്നം കാണുകയും ചെയ്യുന്നൊരു ജീവിതമാണോ എൻ്റെ കുടുംബത്തും എൻ്റെ ജീവിതത്തിലും എൻ്റെ ജീവിത സാഹചര്യങ്ങളിലും സമൂഹത്തിലുമൊക്കെ എല്ലാ ഭൗതിക മേഖലയും ശരിയാവും. അതുകൊണ്ട് ഭൗതികമായതൊക്കെ ശരിയായി കിട്ടാൻ സ്വപ്നങ്ങളൊക്കെ നമുക്കുണ്ട്, ആവശ്യമാണ്. പക്ഷേ അത് ശരിയാകാൻ ആദ്യം നമുക്ക് ഐഹികമല്ലാത്ത രാജ്യത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചവരാകാൻ കൃപ പ്രാർത്ഥിക്കാം. മാതാവ് അങ്ങനെ സമർപ്പിച്ച് ഈ ലോകത്ത് വലിയ സൗന്ദര്യത്തിൻ്റെ, വലിയ സൗഭാഗ്യത്തിൻ്റെ അടയാളമായി മാറിയവളാണ്. ആ സൗഭാഗ്യത്തിൻ്റെ അടയാളങ്ങളാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ മധ്യസ്ഥം വഹിച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ.